ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വണ്ടേഴ്സ് ഓഫ് സ്കൈ, ആകാശ വിസ്മയങ്ങളെക്കുറിച്ച്. ആകാശവിസ്മയങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ തന്നെയായിരിക്കും അല്ലേ? ഇതൊക്കെ നേരിട്ട് കണ്ടവർ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? വളരെ കുറച്ച് പേരായിരിക്കും നേരിട്ട് കണ്ടിട്ടുണ്ടാവുക. ഭൂരിഭാഗം പേരും യൂട്യൂബിലോ അല്ലെങ്കിൽ ടി വിയിലും ന്യൂസിലൊക്കെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നത് ആകാശത്തിൽ എന്തൊക്കെ പ്രതിഭാസങ്ങൾ നടക്കുന്നുണ്ട്, നിഴലുകൾ, ഗ്രഹണങ്ങൾ, അതുപോലെ തന്നെ ചന്ദ്രൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഞാൻ ചാപ്റ്റർ വായിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. കാരണം ഈ ഒരു ചാപ്റ്റർ എന്നല്ല, എല്ലാ ചാപ്റ്ററിലെയും കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളുടേതായ ഐഡിയയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം, റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. സൂര്യഗ്രഹണത്തെക്കുറിച്ചുള്ള ഒരു ന്യൂസോടു കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കേരള സെലിബ്രേറ്റ്സ് സോളാർ എക്ലിപ്സ്, സൂര്യഗ്രഹണം ആഘോഷമാക്കി കേരള ജനത. തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു ന്യൂസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ഫ്ലോക്ക് ടു കനകക്കുന്ന് പാലസ് ടു ഒബ്സർവ് ദ സോളാർ എക്ലിപ്സ്. അതായത് സൂര്യഗ്രഹണ കാഴ്ച കാണാൻ നൂറുകണക്കിന് ആളുകൾ കനകക്കുന്ന് കൊട്ടാരത്തിലെത്തി. അറേഞ്ച്മെൻറ്റ്സ് ഹാഡ് ബീൻ മെയ്ഡ് അറ്റ് സ്കൂൾസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സ്റ്റേറ്റ് ടു വിറ്റ്നസ് ദ സോളാർ എക്ലിപ്സ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്കൂളുകളിൽ സൂര്യഗ്രഹണം കാണാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നു എന്നാണ് ഇവിടെ ന്യൂസ് കൊടുത്തിരിക്കുന്നത്. ഹാവ് യു റീഡ് അബൌട്ട് സോളാർ എക്ലിപ്സ്, എ സെലസ്റ്റിയൽ വണ്ടർ? ഹാവ് യു എവർ സീൻ എ സോളാർ ഓർ ലൂണാർ എക്ലിപ്സ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൂര്യഗ്രഹണം എന്ന ആകാശ വിസ്മയത്തെക്കുറിച്ചുള്ള വാർത്ത വായിച്ചില്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണമൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? അങ്ങനെയൊക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. To understand such celestial wonders, we should have an idea about shadows. അപ്പോൾ ഇത്തരം ആകാശ കാഴ്ചകളെക്കുറിച്ച് അറിയാൻ ആദ്യം നിഴലുകളെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഷാഡോസിനെ കുറിച്ചാണ്. നിഴലുകൾ കാണാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? സ്വന്തം നിഴൽ കണ്ടിട്ട് രാത്രിയിലൊക്കെ പേടിച്ചോടിയവരൊക്കെ ഉണ്ടാവും അല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ? അപ്പോൾ നമുക്ക് ഷാഡോ എന്താണെന്ന് നോക്കാം. യു മൈറ്റ് ഹാവ് സീൻ യുവർ ഓൺ ഷാഡോ, ഹൗ ഈസ് ഇറ്റ് ഫോംഡ്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? നിഴലുകൾ, സ്വന്തം നിഴലുകൾ കണ്ടിട്ടുണ്ടാവില്ലേ? നിഴലുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന്. എങ്ങനെയായിരിക്കും നിഴലുകൾ ഉണ്ടാകുന്നത്? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഹൗ ഈസ് ഷാഡോ ഫോംഡ് എന്ന് പറഞ്ഞ് എഴുതാം. അതിൻ്റെ ആൻസർ, എ ഷാഡോ ഈസ് ഫോംഡ് വെൻ ആൻ ഒബ്ജക്റ്റ് ബ്ലോക്സ് ലൈറ്റ് ഫ്രം റീച്ചിങ് എ സർഫസ്. അപ്പോൾ ഒരു ഷാഡോ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു വസ്തുവിൻ്റെ പ്രതലത്തിലേക്ക് വെളിച്ചം വന്ന് പതിക്കുമ്പോൾ ആ ഒരു വെളിച്ചത്തെ, ആ ഒരു പ്രകാശത്തെ ആ ഒരു വസ്തു തടഞ്ഞു നിർത്തും. അപ്പോഴാണ് നിഴൽ ഫോം ചെയ്യുന്നത്. ഇനി നമ്മളുടെയൊക്കെ ശരീരത്തിൻ്റെ നിഴൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. And your shadow is formed because your body is opaque and doesn't allow light to pass through it. ഇവിടെ ഒപ്പാക്ക് എന്ന് പറയുന്ന ഒരു വേർഡുണ്ട്. ആ ഒരു വേർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വസ്തു പ്രകാശത്തെ അതിൻ്റെ ഉള്ളിലൂടെ കടത്തി വിടുന്നില്ല എങ്കിൽ ആ ഒരു വസ്തുവിനെ പറയുന്നതാണ് ഒപ്പാക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം അതുപോലെ തന്നെയാണ് അല്ലേ? നമ്മുടെ ശരീരത്തിലേക്ക് പ്രകാശം വന്ന് പതിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ഒരിക്കലും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലൂടെ പ്രകാശത്തിനെ കടത്തി വിടില്ല അല്ലേ? അതിന് തടഞ്ഞു നിർത്തേ ഉള്ളൂ. അങ്ങനെയാണ് നിഴൽ ഫോം ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ ശരീരം ആ ഒരു ലൈറ്റിനെ തടഞ്ഞു നിർത്തും. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ആൻസർ ചെയ്യാം. ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ഷാഡോ ഓഫ് ദ ട്രീ ബി സീൻ ഇൻ ദ മോർണിംഗ്? രാവിലെ മരത്തിൻ്റെ നിഴൽ ഏത് ദിശയിലായിരിക്കും കാണുന്നതെന്ന്. സൂര്യൻ എവിടെയായിരിക്കും ഉദിക്കുന്നത്? ഈസ്റ്റിലാണ് അല്ലേ? അപ്പോൾ നിഴൽ ഏത് ഭാഗത്തായിരിക്കും കാണേണ്ടത്? ശരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് അല്ലേ? വെസ്റ്റിലായിരിക്കും നിഴൽ കാണപ്പെടുന്നത്. ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ഷാഡോ ഓഫ് ദിസ് ട്രീ ബി ഇൻ ദ ഈവനിങ്? ഇനിയിപ്പോൾ രാവിലത്തെ കാര്യമാണ് നേരത്തെ പറഞ്ഞത്. ഇനി വൈകുന്നേരം ആകുമ്പോൾ നിഴൽ ഏത് ഭാഗത്തായിരിക്കും എന്ന്. അപ്പോൾ സൂര്യൻ ഏത് ഭാഗത്തായിരിക്കും? സൂര്യൻ വെസ്റ്റിലായിരിക്കും അല്ലേ? അപ്പോൾ നിഴൽ ഏത് ഭാഗത്ത് വരണം? ഈസ്റ്റിൽ വരണം. വാട്ട് ചേഞ്ച് ക്യാൻ യു സീ ഇൻ ഇറ്റ് അറ്റ് നൂൺ? ഇനി ഉച്ച സമയത്ത് നിഴലിന് എന്തു മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന്. ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം.
ദ ഷാഡോ ഓഫ് എ ട്രീ അറ്റ് noon വിൽ ബി ഷോർട്ട്. ഉച്ച സമയത്ത് മരത്തിൻ്റെ നിഴൽ വളരെ ചെറുതായിരിക്കും. ബിക്കോസ് ദ സൺ ഈസ് ഡയറക്റ്റ്ലി ഓവർ ഹെഡ് ആൻഡ് ഇറ്റ്സ് റേസ് ഫോൾ വെർട്ടിക്കലി ഓൺ ദ ട്രീ. ഉച്ച സമയത്ത് സൂര്യൻ നമ്മുടെ തലയ്ക്ക് നേരെ മുകളിലായിരിക്കും. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം നേരിട്ടായിരിക്കും വന്ന് പതിക്കുന്നത്. അപ്പോൾ സൂര്യപ്രകാശം മരത്തിലേക്ക് നേരിട്ട് വന്ന് പതിക്കുന്നത് കൊണ്ട് മരത്തിൻ്റെ നിഴൽ വളരെ ചെറുതായിട്ടായിരിക്കും നമുക്ക് കാണുന്നത്. ഇനി ഇവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് മരത്തിൻ്റെ നിഴൽ തന്നിട്ടുണ്ട് അല്ലേ. ആ നിഴലിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം സൂര്യൻ്റെ സ്ഥാനം അല്ലേ. ആ ഒരു സൂര്യൻ്റെ സ്ഥാനം വരച്ച് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിഴൽ എവിടെയാണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൂര്യനെ വരച്ചാൽ മതി. ഇനി അടുത്തത് നമുക്ക് നോക്കാം. വിൽ ദ ഷേപ്പ് ഓഫ് ദ ഷാഡോ ബി ദ സെയിം അറ്റ് ഓൾ ടൈംസ്? ലെറ്റ് us ഡു എ സിമ്പിൾ എക്സ്പെരിമെൻറ്റ്. ഒരു വസ്തുവിന് എപ്പോഴും ഒരേ ആകൃതിയിലാണോ നിഴലുണ്ടാകുന്നതെന്ന് അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. Hold a bangle as shown in the figure 1. Light a torch against it. Observe the shape of the shadow formed on the wall. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചിത്രം ഒന്നിലേതുപോലെ ഒരു വള എടുത്തിട്ട് അതിന്മേലേക്ക് ടോർച്ചിൽ നിന്നുള്ള ലൈറ്റ് പതിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വളയുടെ നിഴൽ ചുമരുമേ പതിക്കും. അതൊന്ന് നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Hold a bangle as shown in the figure 2 and 3. Repeat the process. Are the shape of all three shadow the same? അപ്പോൾ രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെയും മൂന്നാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെയും വള പിടിച്ചതിന് ശേഷം ടോർച്ചിൽ നിന്നുള്ള പ്രകാശം വളയിലേക്ക് പതിപ്പിക്കുക. അപ്പോൾ ഉണ്ടാകുന്ന ആ വളയുടെ ആകൃതി എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയൊക്കെ പറഞ്ഞാലും ആകൃതിയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല അല്ലേ. അതായത് ഏകദേശം ഒരു ചന്ദ്രക്കല ഭാഗമൊക്കെ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ഷാഡോയിൽ നിന്ന് കിട്ടും. ഓക്കെ അല്ലേ. Repeat the experiment using the following objects given in the science kit. Materials: pen, cricket ball, piece of glass, instrument box, plate, steel glass, football. അപ്പോൾ കുറച്ച് മെറ്റീരിയൽസ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിച്ചിട്ട് ഡിഫറെൻറ്റ് വേസിൽ ഈ ഓരോ വസ്തുക്കളെയും പിടിച്ച് ടോർച്ചിൽ നിന്നുള്ള ലൈറ്റ് പതിപ്പിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന ഷാഡോസ് എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങളെടുത്ത് ഒബ്സർവ് ചെയ്തതിന് ശേഷം ഈ ടേബിളിൽ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഷേപ്പ്. ഓക്കെ അല്ലേ. പെൻ നോക്കാം. ദ ഷേപ്പ് ചേഞ്ചസ്. ഫുട്ബോൾ ആണെന്നുണ്ടെങ്കിൽ ദ ഷേപ്പ് ഡസ് നോട്ട് ചേഞ്ച്. നെക്സ്റ്റ് പീസ് ഓഫ് ഗ്ലാസ്. പീസ് ഓഫ് ഗ്ലാസിൻ്റെ പ്രത്യേകത എന്താ? ഗ്ലാസ് ലൈറ്റിനെ കടത്തിവിടും അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം നോ ഷാഡോ ഫോം. നെക്സ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്. ദ ഷേപ്പ് ചേഞ്ചസ്. പ്ലേറ്റ് ദ ഷേപ്പ് ചേഞ്ചസ്. സ്റ്റീൽ ഗ്ലാസ് ദ ഷേപ്പ് ചേഞ്ചസ്. ക്രിക്കറ്റ് ബോൾ ആണെന്നുണ്ടെങ്കിൽ ദ ഷേപ്പ് ഡസ് നോട്ട് ചേഞ്ച്. അനലൈസ് ദ ടേബിൾ. ഡു ഓൾ ദ ഒബ്ജക്ട്സ് കാസ്റ്റ് ഷാഡോസ്. ഈ ഒരു ടേബിൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എല്ലാ വസ്തുക്കളും നിഴൽ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ഞാൻ ടേബിൾ കാണിച്ചു തരാം. കണ്ടല്ലോ, ഇതിൽ ഒരു വസ്തു മാത്രം നിഴൽ ഉണ്ടാക്കുന്നില്ല അല്ലേ. അതായത് പീസ് ഓഫ് ഗ്ലാസ്. അപ്പോൾ എല്ലാ വസ്തുക്കളും നിഴൽ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. ഓൺ വിച്ച് സൈഡ് ഓഫ് ദ സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് ദ ഷാഡോ ഫോംഡ്? നിഴൽ രൂപപ്പെടുന്നത് പ്രകാശത്തിൻ്റെ ആ ഒരു സോഴ്സിൻ്റെ ഏത് വശത്താണെന്ന്. അതിൻ്റെ ആൻസർ എഴുതാം. ഷാഡോ ഫോംസ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദ സോഴ്സ് ഓഫ് ലൈറ്റ്. സോഴ്സ് ഓഫ് ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നിഴൽ ഉണ്ടാകുന്നത്. വിച്ച് വേർ ദ ഓബ്ജക്ട്സ് ദാറ്റ് ഓൾവേസ് ഫോംഡ് ഷാഡോ ഓഫ് ദ സെയിം ഷേപ്പ്? എപ്പോഴും ഒരേ ആകൃതിയിൽ നിഴൽ രൂപപ്പെടുന്നത് ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴാണെന്ന്. ഇതിൻ്റെ ആൻസർ സ്പെരിക്കൽ ഒബ്ജക്ട്സ്. നെക്സ്റ്റ് ഷാഡോ ആൻഡ് ലൈറ്റ്. നിഴലും പ്രകാശവും. ഓൾ ഒപ്പാക്ക് ഒബ്ജക്ട്സ് ഫോം ഷാഡോസ്. അതായത് പ്രകാശത്തിന് ഒരു വസ്തു ഉള്ളിലൂടെ കടത്തിവിടാത്ത വസ്തുക്കളാണ് ഒപ്പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാ ഒപ്പാക്ക് ഒബ്ജക്ട്സിനും എന്തുണ്ട്? നിഴലുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷാഡോ ഫോംസ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദ സോഴ്സ് ഓഫ് ലൈറ്റ്. ഇനി നിഴൽ എവിടെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞത്? പ്രകാശത്തിൻ്റെ ആ ഒരു സോഴ്സ് എവിടെയാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നിഴലുണ്ടാകുന്നത്. ഓൺലി സ്പെരിക്കൽ ഒബ്ജക്ട്സ് ഓൾവേസ് ഫോം സർക്കുലർ ഷാഡോസ്. സ്പെരിക്കലായിട്ടുള്ള വസ്തുക്കൾ മാത്രമാണ് എപ്പോഴും നമ്മുടെ സർക്കുലർ ആകൃതിയിലുള്ള നിഴലുണ്ടാക്കുന്നത് എന്ന്. ദ ഷാഡോ ഓഫ് ദ സെലസ്റ്റിയൽ സ്പിയേഴ്സ്. അതായത് സെലസ്റ്റിയൽ സ്പിയേഴ്സിൻ്റെ നിഴലുകൾ. ദ എർത്ത്, ദ മൂൺ ആൻഡ് അതർ സെലസ്റ്റിയൽ ബോഡീസ് ആർ ഒപ്പാക്ക് ഒബ്ജക്ട്സ്. ഡു ദേ ഫോം ഷാഡോസ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂമിയും ചന്ദ്രനും മറ്റ് ആകാശഗോളങ്ങളും ഒപ്പാക്കാണെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവ നിഴലുണ്ടാക്കുമോ എന്ന്. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഒപ്പാക്കായിട്ടുള്ള എല്ലാ ഒബ്ജക്ട്സും നിഴലുണ്ടാക്കുമെന്ന്. അപ്പോൾ അതിൽ ഭൂമിയും മൂണൊക്കെ പെടും അല്ലേ. We have learned that the sun, the source of light, is very large and that of the earth is relatively small in size.
എനർജിയുടെ സോഴ്സായിട്ടുള്ള സൺ വളരെ വലുതാണെന്നും ഭൂമി സൂര്യനെ അപേക്ഷിച്ച് വളരെ ചെറുതാണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒബ്സർവ് ദ റേ ഡയഗ്രാം ഓഫ് ദ സൺലൈറ്റ് റീച്ചിങ് ദ എർത്ത്. ഇവിടെ സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നതിൻ്റെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, റേ ഡയഗ്രാം തന്നിട്ടുണ്ട്. അത് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ എർത്ത് ഡസ് നോട്ട് എലോ സൺലൈറ്റ് ടു പാസ് ത്രൂ ഇറ്റ്. ഭൂമി ഒരിക്കലും സൂര്യപ്രകാശത്തെ കടത്തിവിടാത്തത് കൊണ്ട് ഹെൻസ് ദ ഷാഡോ ഈസ് ഫോംഡ് ഓൺ ദി അതർ സൈഡ്. മറു സൈഡിൽ ഭൂമിയുടെ നിഴൽ ഉണ്ടാകുന്നു. ഒബ്സർവ് ദ ഷെയ്ഡ് പാർട്ട് എ ഇൻ ദ ഫിഗർ ഇൻ വിച്ച് ദ ഷാഡോ ഓഫ് ദ എർത്ത് ഈസ് ഫോംഡ്. ഇവിടെ എ എന്ന് പറയുന്ന ആ ഒരു ഭാഗം, ചിത്രത്തിൽ എ എന്ന് പറയുന്ന ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നതാണ് ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നത്. ലുക്ക് അറ്റ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത് ഷാഡോ, ഡസിൻറ്റ് ഇറ്റ് ലുക്ക് ലൈക്ക് എ കോൺ ഐസ്ക്രീം കപ്പ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂമിയുടെ നിഴലിൻ്റെ ആകൃതി എങ്ങനെയാണെന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു കോൺ ഐസ്ക്രീം കപ്പ് പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്ന്. വാട്ട് ആർ ദ ഫാക്ട്സ് യു ഹാവ് അണ്ടർസ്റ്റുഡ് അബൌട്ട് ദ എർത്ത്സ് ഷാഡോ. ഇവിടെ പറയുന്നു ഭൂമിയുടെ നിഴലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന്. ഒന്ന് നമുക്ക് പറയാം, ബീയിങ് ആൻ ഒപ്പാക് ഒബ്ജക്റ്റ് ദ എർത്ത് ഫോംസ് ഇറ്റ്സ് ഷാഡോ. ഭൂമി എന്ന് പറയുന്നത് ഒരു ഒപ്പാക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ നിഴൽ ഫോം ചെയ്യുന്നു. ദ ഷാഡോ ഓഫ് ദ എർത്ത് ഈസ് ഓൾവേസ് ഫോംഡ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ സൺ. ഇനി ഇവിടെ നെക്സ്റ്റ് പറയുന്നത് സൂര്യൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നതെന്ന്. ദ എർത്ത് ഷാഡോ ഗ്രാജുവലി ഡിമിനിഷ്ഡ് ആൻഡ് ഫൈനലി ഡിസപ്പിയേഴ്സ് ആസ് ഇറ്റ് മൂവ്സ് എവേ. അകലേക്ക് പോകുന്തോറും ഭൂമിയുടെ നിഴൽ ചെറുതായി ചെറുതായി ഇല്ലാതാകുന്നു. അപ്പോൾ ഇത്രയും ഫാക്റ്റുകളാണ് നമ്മൾ ഭൂമിയുടെ ഷാഡോയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് പഠിക്കണം കേട്ടോ. യു ഹാവ് നൗ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ഷേപ്പ് ഓഫ് ദ ഷാഡോ ഓഫ് ദ എർത്ത്. അപ്പോൾ നമ്മൾ ഭൂമിയുടെ നിഴലിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയെന്ന്. ഗസ് വെദർ ഇറ്റ് വിൽ ബി ഡേ ഓർ നൈറ്റ് വേർ ദ എർത്ത് ഷാഡോ ഈസ് ഫോംഡ്. റൈറ്റ് ഇറ്റ് ഡൗൺ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഭൂമിയുടെ നിഴൽ പതിക്കുന്ന ഭാഗത്ത് രാത്രി ആയിരിക്കുമോ പകലായിരിക്കുമോ? ഭൂമിയുടെ നിഴൽ പതിക്കുന്ന ഭാഗത്ത് ഏതായിരിക്കും? നൈറ്റ് ആയിരിക്കും അല്ലേ? ഒബ്സർവ് ദ പിക്ചർ. ആർ ഓൾ സെലസ്റ്റിയൽ ബോഡീസ് ഓഫ് ദി സെയിം സൈസ്. എല്ലാ സെലസ്റ്റിയൽ ബോഡീസിൻ്റെ സൈസ് ഒരേപോലെയാണോ? അല്ല അല്ലേ. ദ സൈസ് ഓഫ് ദ ഷാഡോസ് വാരീസ് വിത്ത് ചേഞ്ച് ഇൻ സൈസ് ഓഫ് ദ സെലസ്റ്റിയൽ ബോഡീസ്. അതായത് ഇവയുടെ എല്ലാം വലിപ്പത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് അവയുടെ നിഴലിൻ്റെ വലിപ്പത്തിലും വ്യത്യാസമുണ്ടാകുന്നു. ഡസിൻറ്റ് ദ മൂൺ ഓൾസോ കാസ്റ്റ് എ ഷാഡോ ലൈക്ക് ദിസ്. അപ്പോൾ ചന്ദ്രൻ ഇതുപോലെ നിഴലുണ്ടാവുന്നില്ലേ? ഉണ്ടാവുന്നുണ്ട് അല്ലേ. In a celestial sphere, it is day where the light falls and a night where the shadow is formed. ഈ സെലസ്റ്റിയൽ സ്പിയർ എന്ന് പറയുന്നത് എന്താ? ആകാശത്തിലെ ഗോളങ്ങളെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ സെലസ്റ്റിയൽ സ്പിയറിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകലും നിഴലുണ്ടാകുന്ന ഭാഗത്ത് രാത്രിയായിരിക്കും ഉണ്ടാകുന്നതെന്ന്. ഫസ്റ്റ് പാർട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.